എന്താണ് പ്രശ്നം? അയ്യോ തമാശ ചേട്ടന്മാരെ, ഭയങ്കര തമാശ. ഒറ്റ കാര്യോടെ അതാകെ ഞാൻ ഉറപ്പ് ജയിക്കുന്നു പറഞ്ഞ ഒറ്റ സ്ഥാനത്ത് കേരളത്തിലുള്ളൂ. ആരാ? അഖിൽ മാരാർ. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. NDAയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിച്ചു വരുന്ന ദിവസമായിരിക്കും മെയ് 4-ാം തീയതി. നീ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഇവിടെ എനിക്കൊരു സ്പെഷ്യൽ മെൻഷൻ കൂടി ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി ചില പ്രേക്ഷകരെങ്കിലും കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ആ സമയത്ത് ഒരു മാസ റോളിലാട്ടം വന്നേ, അതൊക്കെ പോയി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3-ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രവീന്ദ്രൻ ചെറ്റയാ, വെറും ചെറ്റ ആണോ? എങ്കിൽ ഇറങ്ങി പോടോ ചെറ്റേ. 24,303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. വേണ്ട സാറേ, കൂൾ ഡൗൺ. ഏതു പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJP-യിലും ഒക്കെ വന്ന് അവിടെ നിന്ന് 2020-ൽ വന്ന് മത്സരിച്ച അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകളാണ്. ആർക്ക് വോട്ട് ചെയ്താലും അത് കലേഷിന് കിട്ടുന്ന രീതിയിൽ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേട് ഉണ്ടാക്കി എന്ന് പറഞ്ഞൊരു അപ്പീല് പോയി നോക്കിയാലോ? അപ്പീലിന് പോകാൻ യുവജനോത്സവത്തിലെ ലളിതഗാന മത്സരത്തിനല്ല സാറ് മത്സരിച്ചത്. 9,161 എവിടെ? തൃക്കാക്കരയിൽ. ഉമാ തോമസിനേക്കാൾ 24,000 വോട്ടുകൾക്ക് പിറകിലാണ് അഖിൽ രാജ് എന്ന അഖിൽ മാരാർ എന്ന വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. ഈ പരാജയം താങ്കൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? ഒരു മത്സരമാകുമ്പോൾ ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. അപ്പൊ സന്തോഷമായല്ലോ എല്ലാവർക്കും. ഓക്കെ, ഡോക്ടർ അരുൺകുമാർ, നമ്മൾ ഈ അഖിൽ മാരാറിനെ ഒന്നും ഈ സമയത്ത് അങ്ങനെ പറയാൻ പാടില്ല ഡോക്ടർ അരുൺകുമാർ. കാരണം പിണറായി വിജയൻ പിന്നിൽ നിൽക്കുന്ന സമയത്ത് എന്ത് അഖിൽ മാരാർ? അല്ല, അത് പറയണമല്ലോ. ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണമല്ലോ. ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞേ മതിയാവും. ലോക തോൽവി ആയിപ്പോയില്ല എന്റെ ദൈവമേ. എടാ പട്ടിയെ പോലെ നിന്ന് മോങ്ങാതെ നീ കാര്യം എന്താന്ന് വെച്ച് പറ. എന്റെ ജീവിതം കോഞ്ചാട്ടോ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ബാക്കി എല്ലാവർക്കും അറിയാൻ നോക്കുന്നു. അഖിൽ മാരാർ പറയുന്നത് ലക്ഷക്കണക്കിന് വോട്ടിൽ ജയിക്കുന്നു പറയുക. മര്യാദയില്ല. ഈ കത്തി കയ്യിലിരിക്കട്ടെ. രക്ഷപ്പെടാൻ പറ്റാതെ പോലീസുകാർ വെടിവെച്ച് കൊല്ലുന്ന ഘട്ടം വരുമ്പോ സ്വയം കുത്തിച്ചാവാനെങ്കിലും ഇത് ഉപകരിക്കും.